പ്രഭാസിൻ്റെ മൊത്തം അഴിഞ്ഞാട്ടാണ്. പിന്നെ നമ്മുടെ സ്വന്തം പൃഥ്വിരാജും കൂടി അതിനകത്ത് വന്നപ്പോണ്ടല്ലോ ഡബിൾ എഫക്റ്റായി കിട്ടിയിട്ടുണ്ട്. ആ പൃഥ്വിരാജും ആ പ്രഭാസും കൂടിയുള്ള ആ കോമ്പിനേഷനിലൊക്കെ ഒരു രക്ഷയില്ല. വിഷ്വൽ ക്വാളിറ്റി, എഫക്ട്സ്, അതിൻ്റെ മേക്കിംഗ് എല്ലാം ഗംഭീരം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും തിയേറ്റർ വന്ന് കാണാം. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എല്ലാ റെക്കോർഡുകളും നോക്കും. 1000 കൂടെയൊക്കെ അടിക്കുക. എല്ലാ റെക്കോർഡുകളും നോക്കും. കൊള്ളാം. ഖാൻസാർ എന്നൊരു വേൾഡ് ബിൽഡിംഗ് ആണ് സീസ് ഫയർ എന്ന് പറഞ്ഞ സലാർ 1. ബാക്കി പാർട്ട് 2ലേക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. പൃഥ്വിരാജ് അടിപൊളിയായിട്ടുണ്ട്. സ്ക്രീൻ സ്പേസ് കുറവാണ് കമ്പാരിറ്റീവ് പ്രഭാസ്. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ അവർ രണ്ട് നമ്മളൊരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഓസമായിരുന്നു. ബട്ട് ഇതിനു മുമ്പ് ഈ ഡയറക്ടർ ക്രിയേറ്റ് ചെയ്ത ഒരു മൂവി പേര് പറയേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് എത്തിയില്ല. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തതാണ്. പിന്നെ ഫസ്റ്റ് വേൾഡ് ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ച് ഒരു ഡ്രോബാക്ക് പോലെ തോന്നി. ബട്ട് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. കാണുവാണെങ്കിൽ തിയേറ്റർ തന്നെ ഒന്ന് കാണണം. ബട്ട് മാറി എക്സ്പെക്റ്റേഷൻ വേണ്ട. വെരി ഹാപ്പി ടു സീ പ്രഭാസ്. കാരണം ഇതിനു മുമ്പുള്ള രാധേശ്യാമ ആയാലും മറ്റേ ആദിപുരുഷായാലും എല്ലാത്തിലും ഒരു കോമിക് ക്യാരക്ടർ പോലെ നമ്മളതിനകത്ത് കണ്ടിരുന്നു. പക്ഷേ ഇതിനകത്ത് പുള്ളിയുടെ ലുക്സ്, സ്വാഗ് എല്ലാം നമുക്ക് ആ ഒരു ബാഹുബലിയിൽ കിട്ടിയ ആ ഒരു സ്വാഗ് അങ്ങനത്തെ ഒരു മാസമാണ്. ഈവൻ ബാഹുബലിക്ക് ശേഷമുള്ള മാസമാണ്. എന്തായാലും പ്രഭാസിനൊരു കമ്പാക്ക് ആയിരിക്കും. ഇതൊരു ഷോർട്ട് ഹിറ്റായിരിക്കും. എല്ലാവരും KGF ആയിട്ട് കമ്പയർ ചെയ്യാം, അറിയാമല്ലോ. പക്ഷേ പടം ഇമോഷണലി ഡ്രാമ കൊണ്ടുപോകണൊപ്പം തന്നെ ഓരോ ഗ്യാപ്പോടെ ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. ഓരോ ഫാൻസിനായിക്കോട്ടെ ഒരു പ്രേക്ഷകൻ രീതിയിൽ ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. എനിക്ക് എസ്പെഷ്യലി ഇഷ്ടപ്പെട്ട സംഭവം വേറെ ഒന്നുമില്ല. പൃഥ്വിരാജ് പ്രഭാസ് കോമ്പോ വർക്കായി എനിക്ക് പേഴ്സണലി നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട മെയിൻ സംഭവം നമ്മൾ മലയാളത്തിൽ പൃഥ്വിരാജ് ഈ വലിയൊരു ഫ്രെയിം നിൽക്കുമ്പോഴത്തേക്കും അത് വലിയ റീച്ചായിരിക്കും. അപ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അത് ആഗ്രഹിക്കാം, സ്വപ്നം കാണാൻ പറ്റും. നമുക്ക് ആ കഴിവുണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്താൻ പറ്റുന്നുള്ളത്. പടം ഓവറോൾ നല്ലതായിട്ടുണ്ട്. എനിക്കൊരു ആകെ ഒരു സംഭവം തോന്നിച്ചാൽ ആ ഡബ്ബിങ് ഒന്നും കൂടി നന്നായിട്ടുണ്ടെങ്കിൽ നൈസ് ആവുമായിരുന്നു. ആ ഫീൽ കിട്ടിയെന്ന് തോന്നിയിട്ടുണ്ട് ഓവറോൾ. തീർച്ചയായിട്ടും. കാരണം ആളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്ക്രീൻ നിൽക്കുമ്പോൾ നമുക്ക് ആ ഫീൽ കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് എത്ര ഫീൽ ചെയ്തു. രണ്ടുപേരും രണ്ട് രീതിയിൽ ട്രൈ ചെയ്തിട്ട് മാക്സിമം രണ്ടുപേരും ഇഷ്ടപ്പെട്ടു. അങ്ങനെ പറയാൻ പറ്റില്ല. പടം കാണട്ടെ. സലാർ എന്ന് പറഞ്ഞ ചിത്രം തീർച്ചയായിട്ടും KGF പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് വന്നത്. ആ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രശാന്ത് നീൽ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ ഒരു അടയാളപ്പെടുത്തുന്ന ഒരു ചിത്രമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. പ്രഭാസിൻ്റെ ബാഹുബലിക്ക് ശേഷമുള്ള അതിശക്തമായിട്ടുള്ള കഥാപാത്രമാണ്. മലയാളത്തിൻ്റെ പൃഥ്വിരാജും കൂടി ചേർന്നപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്നാണ് ഞാൻ നോക്കിക്കണ്ടത്. തീർച്ചയായിട്ടും പൃഥ്വിരാജ് അതിശക്തമായിട്ടുള്ള കഥാപാത്രമായി അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും അവരുടെ റോള് ഭംഗിയാക്കിയിട്ടുണ്ട്. പ്രശാന്ത് നീൽ എന്ന സംവിധായകൻ തീർച്ചയായിട്ടും ഒരു മികച്ച രീതിയിലുള്ള ഒരു സംവിധായകനായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ഈ ഒരു കളക്ഷൻ്റെ കാര്യത്തിലാണ് ഞാൻ നോക്കിക്കാണേണ്ടത്. 1000 ആണോ 1500 കോടിയിലേക്കാണോ ഇത് പോകുന്നതെന്ന്. തീർച്ചയായിട്ടും ഒരു വിജയചിത്രമായി തന്നെ മാറും. ഒരു കാര്യമാണ് വയലൻസ് കുറച്ച് കൂടി. വയലൻസ് കുറച്ച് കൂടുതലാണ്. 3 hours മതി കൊടുക്കും. പക്ഷെ അല്ലെങ്കിൽ നല്ലൊരു എൻ്റർടൈനറാണ്. പടം ഭയങ്കര ഹിറ്റായി. പൃഥ്വിരാജിനെക്കാളും പ്രഭാസ് പടമാണ്. പൃഥ്വിരാജിനെക്കാളും റോള് പ്രഭാസിനാണ്. പ്രഭാസിൻ്റെ തിരിച്ചുവരവാണിത്. അത് ഉറപ്പാണ്. പ്രഭാസിൻ്റെ തിരിച്ചുവരവാണ്. കുറേ ഷോട്ടൊക്കെ വെച്ച് കുറേ ലാഗായിരുന്നു. പക്ഷെ കണ്ടിരിക്കുക ബോറടിക്കൂല. പ്രഭാസ് അടിപൊളിയല്ലേ. സെറ്റപ്പായിട്ട് അഭിനയിച്ച് ഇത്തിരി പൃഥ്വിരാജിന് മുടി വെക്കായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. ആ ഒരു അപ്പിയറൻസ്, ഒരു മാസ് ഫീലിംഗ് ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഒട്ടും തോന്നിയിട്ടില്ല. ഇമോഷണലി ഒട്ടും കണക്റ്റ് ആയിട്ടില്ല പടം. കുറച്ചും കൂടി ഒരു യൂണിവേഴ്സ് വലിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് പ്രശാന്ത് നീൽ. പക്ഷേ എന്താ പറയുക, ഒരു സെറ്റായിട്ടില്ല. ചിലപ്പോൾ സെക്കൻഡ് പാർട്ടിൽ കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റും. എന്നാലും ഫസ്റ്റ് അങ്ങോട്ട് സെറ്റായിട്ടില്ല. കുഴപ്പമില്ല, ആവറേജ്. വേറൊരു യൂണിവേഴ്സാണ്. അൻപറിവിൻ്റെ അടിപൊളി സംഘടന എല്ലാം ആക്ഷൻ സീനൊക്കെ അതുപോലെയാണ്. ഏതാ പ്രഭാസിൻ്റെ വമ്പം തിരിച്ചു വരും. പ്രഭാസിൻ്റെ മാത്രമല്ല, പൃഥ്വിരാജ് അതുപോലെ തന്നെ കസറിയിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ എൻട്രിയൊക്കെ അടിപൊളിയാണ്. ഏറെ മസ്റ്റ് വാച്ച് തിയേറ്റർ വാച്ചാണ്. ചങ്ങടൂർ ലാഗി തോന്നിയായിരുന്നു. പക്ഷേ അവസാനമായപ്പോൾ KGF ലെവലിലേക്ക് തന്നെ പടം മാറി. KGF ലെവലിലേക്ക് തന്നെ അവസാനമായപ്പോഴത്തേക്ക് മാറി. സൂപ്പർ പടം, അടിപൊളി പടം. ഒരു തൃപ്തി കിട്ടൂല. എനിക്ക് തൃപ്തി കിട്ടിയില്ല പടം കണ്ടിറങ്ങിയതിൻ്റെ ഒരു നമുക്ക് KGF അല്ലെങ്കിൽ RRR അങ്ങനത്തെ ഒരു പടങ്ങളൊക്കെ കാണുമ്പോൾ കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അത് ഈ പടത്തിൽ എനിക്ക് കിട്ടിയില്ല. എന്തോ ഒരു പോരായ്മ എനിക്ക് തോന്നുന്നുണ്ട്.
പിന്നെ വയലൻസ് ഒക്കെ നല്ല നല്ല രീതിയിൽ വയലൻസാണ്. അതിൽ ആൾക്കാരൊക്കെ കരകുരാന്ന് കൊല്ലുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ എന്തോ പോലെ തോന്നും. അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ആക്ടിംഗ് വൈസ് എല്ലാവരും കിട്ടും തന്നെ. അത് പ്രഭാസ് ആയാലും പൃഥ്വിരാജ് ആയാലും. പൃഥ്വിരാജിനേക്കാളും കൂടുതൽ കസറിയിക്കുന്നത് പ്രഭാസ് തന്നെയാണ്. ഇല്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് അല്ല, KGF ആയിട്ട് കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ KGFിൻ്റെ കഥ വേറെ, ഇതിൻ്റെ കഥ വേറെ, അങ്ങനെ ഒരു രീതിയിലാണ്. ഇതെന്ന് പറഞ്ഞാൽ അതെ, KGF ആയിട്ടൊരു ബന്ധം ഇതിന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വെച്ചാൽ കുറച്ച് കഷ്ടമായിരിക്കും. പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൻ്റെ ഒരു അഭിമാനമായതുകൊണ്ട് നമ്മൾ എന്തായാലും അത് രണ്ടുപേരും ഒപ്പത്തിനൊപ്പമാണ്. ആർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. ഭയങ്കര നൈസാണ്. രണ്ടുപേരും ഒപ്പത്തിനുള്ള കോമ്പിനേഷനാണ് ഭയങ്കരമായിട്ട് കയ്യടി കിട്ടിയത്. എനിക്കും അത് തന്നെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷെ പ്രഭാസ് ആ ബാഹുബലിക്ക് ശേഷമുള്ള ആ പ്രഭാസിൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്താ അങ്ങനെയല്ല, KGF വേറൊരു രീതിയിൽ ആ കളർ ടോണും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ ട്രീറ്റ്മെൻ്റ് ഒക്കെ ആ ഒരു രീതിയിലാണെങ്കിലും KGFിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ആ KGFിന് ശേഷം അത്രയും ഒരു എഫക്റ്റോട് കൂടി ആൾക്കാർ ഇത്രയധികം സ്വാധീനിക്കാൻ പറ്റിയ ആ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഒരു മൂവി തന്നെയായിരിക്കും. അങ്ങനെ ഒരു മൂവി ഇതിന് KGFിന് ശേഷം ഉണ്ടായിട്ടില്ല.